Everybody listen here. നമ്മുടെ പോർഷനിൽ നമ്മൾ ആദ്യം പഠിച്ചത് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ആണ് അല്ലേ. എങ്ങനെയാണ് എവിടെയെങ്കിലുമൊക്കെ നമ്മൾ പോകുന്നത് എന്നൊക്കെ ഉള്ള കാര്യങ്ങളാണ്. അടുത്തുള്ള സ്ഥലമാണെങ്കിലും നമ്മൾ നടന്നിട്ടാണ് പോവുക. ആൻഡ് സൈക്കിളിലും സ്കൂട്ടറിലും ബസ്സിലും എയ്റോപ്ലെയിനിലും കാറിലും ഒക്കെ നമ്മൾ ട്രാവൽ ചെയ്യും. അപ്പോൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള ട്രാൻസ്പോർട്ടേഷൻ മീൻസ് ഏതൊക്കെയാണ് എന്നൊക്കെയുള്ളത് കാര്യമായിട്ട് പഠിക്കുക. ദെൻ അത് കഴിഞ്ഞിട്ട് നമുക്ക് വരുന്നത് the animal world, about wild animals. Who is wild animal? Which are wild animals? And ഏതൊക്കെയാണ് wild animals? And ഏത് ആനിമൽസിനെയാണ് നമ്മൾ എന്ത് വൈൽഡ് ആനിമൽസ് എന്ന് പറയാ എന്നൊക്കെ ഉള്ളതാണ് കേട്ടോ. സോ എന്താണ് അയോൺ? Deer. Okay. Bear. Lion. Okay. Giraffe. Tiger. Zebra. Elephant. Rhinoceros. Monkey. And leopard. Okay, these are wild animals. Wild animals means animals lives in the jungle അല്ലേ. Okay അയോൺ, എല്ലാം പഠിച്ചോ എക്സാമിന് വേണ്ടി? ഓക്കെ ഗുഡ്, നന്നായിട്ടുണ്ട്. അപ്പൊ എന്ത് ചെയ്യാ, എക്സാമിന് വേണ്ടി ഇതുപോലെ ഏതൊക്കെയാണ് നമ്മുടെ വൈൽഡ് ആനിമൽസ്, ഏതൊക്കെയാണ് നമ്മുടെ പെറ്റ് ആനിമൽസ്, ഏതൊക്കെ ആനിമൽസ് ആണ് നമ്മുടെ ഫാം ആനിമൽസ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യണം, നന്നായിട്ട് പഠിക്കണം എല്ലാവരും. സോ വൈൽഡ് ആനിമൽസ് ഏതൊക്കെയാണ്? ആനിമൽസ് ലിവ്സ് ഇൻ ദ ജംഗിൾ ഈസ് കോൾഡ് അവർ വൈൽഡ് ആനിമൽസ്. എപ്പോഴും കാട്ടിൽ തന്നെ ഉണ്ടാകുന്ന ആനിമൽസിനെയാണ് എന്ത് പറയാറ്? നമ്മൾ എപ്പോഴും കാട്ടിൽ തന്നെ ഉണ്ടാവുന്ന ആനിമൽസിനെയാണ് നമ്മൾ വൈൽഡ് ആനിമൽസ് എന്ന് പറയുക. എപ്പോഴും കാട്ടിൽ തന്നെ താമസിക്കുന്ന ആനിമൽസിനെയാണ് വൈൽഡ് ആനിമൽസ് എന്ന് പറയാറ്. ബെയർ, ലയൺ, ജിറാഫ്, ടൈഗർ, സീബ്ര, എലഫന്റ്, റൈനോസസ്, monkey, leopard are the examples of wild animals. ഇതൊക്കെ വൈൽഡ് ആനിമൽസ് ആണ്. അപ്പോൾ ഈ വൈൽഡ് ആനിമൽസിൻ്റെ ഒക്കെ നെയിം പഠിക്കണം. പിന്നെ എന്താണ്, ഇത് എങ്ങനെയാണ് എഴുതുക, ഇതിൻ്റെ കറക്റ്റ് എങ്ങനെ നമ്മൾ സ്പെല്ലിങ് എഴുതും എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുക, ഫ്രീ ആയിരിക്കുന്ന ടൈമിൽ എന്ത് ചെയ്യുക, നന്നായിട്ട് സ്പെല്ലിംഗ് ഒക്കെ എഴുതി നന്നായിട്ട് വേണം നിങ്ങളത് പഠിക്കാൻ വേണ്ടി. Then pet animals, our pet animals. What? Listen. Okay, listen here. കേൾക്കാൻ പറ്റുന്നില്ലേ? എന്താണ് മോളെ ഏഞ്ചൽ? മോള് പറയൂ, ഏതാണ് നമ്മുടെ പെറ്റ് ആനിമൽസ് ഏതൊക്കെയാണ് എന്നുള്ളതാണ് ഏഞ്ചൽ പറയാൻ വേണ്ടി പോകുന്നത്. ഓക്കെ. ഓക്കെ, ഡോഗ്, റാബിറ്റ്, ക്യാറ്റ്, ഫിഷ്, ഇതൊക്കെ എന്താണ്, പെറ്റ് ആനിമൽസ് ആണ്. സോ വൈൽഡ് ആനിമൽസും ഉണ്ട്, പെറ്റ് ആനിമൽസും ഉണ്ട് അല്ലേ. വൈൽഡ് ആനിമൽസ് ഏതൊക്കെയാണ്? ബെയർ, ലയൺ, ജിറാഫ്, ടൈഗർ, സീബ്ര, elephant, rhinoceros, monkey, leopard. These are wild animals. And our pet animals. Pet animals are the animals found near by our home. നമ്മുടെ വീട്ടിലും വീടിൻ്റെ പരിസരത്തും ഒക്കെ ആയിട്ട് ഉണ്ടാകുന്ന ആനിമൽസിനെയാണ് എന്ത്, നമ്മുടെ പെറ്റ് ആനിമൽസ് എന്ന് പറയാം. നമ്മൾ അവരെ നന്നായി കെയർ കൊടുത്ത്, നല്ല കെയറിലാണ് നമ്മൾ അവരെ എന്ത് ചെയ്യാറ്, എപ്പോഴും നന്നായി കെയർ ചെയ്ത് പ്രൊട്ടക്റ്റ് ചെയ്യും അല്ലേ. നമ്മുടെ പെറ്റ് ആനിമൽസിനെ നമുക്ക് എന്താണ്, വളരെ ഇഷ്ടമാണ് അല്ലേ. നമ്മുടെ പെറ്റ് ആനിമൽസിനെ ഇഷ്ടമല്ലേ നമുക്ക്? യെസ്, ഇഷ്ടമാണ്. സോ ദെൻ our animal friends. Some animals are our
ഫ്രണ്ട്സ്. ചില ആനിമൽസ് എന്താണ് നമ്മുടെ ഫ്രണ്ട്സ് ആണ് എന്നാണ് നമ്മുടെ ഫ്രണ്ട്സ് ആണ് എന്നാണ് പറയുന്നത്. സോ ഏതൊക്കെയാണ് നമ്മുടെ അനിമൽ ഫ്രണ്ട്സ്? ഏതൊക്കെയാണ് സർഗ? നമ്മുടെ അനിമൽ ഫ്രണ്ട്സ് ഏതൊക്കെയാണ്? Cow, ഓക്കെ buffalo, ഓക്കെ goat, ഓക്കെ കൗ. ഓക്കെ duck, ഓക്കെ ലിസൺ. കൗ, ബഫലോ, ഗോട്ട്. ഇതൊക്കെ എന്താണ് നമ്മുടെ അനിമൽ ഫ്രണ്ട്സ് തന്നെയാണ്. ഇവർ മാത്രമല്ല അല്ലെ. ഹെൻ, ഡക്ക്, ഇതൊക്കെ നമ്മുടെ ഫ്രണ്ട്സ് ആണ്. സോ നമ്മൾ ഈ ആനിമൽ ഫ്രണ്ട്സിൽ നമുക്ക് പാല് തരുന്ന കുറെ ആൾക്കാരുണ്ട് അല്ലേ. ദേ ഗിവ് us മിൽക്ക്. സം ആനിമൽസ് ആർ ഗിവ് us മിൽക്ക്. വിച്ച് ആർ ദ ആനിമൽസ് ഗിവ് us മിൽക്ക്? പാർവണ, വിച്ച് ആർ ദ ആനിമൽസ് ഗിവ് us മിൽക്ക്? ഏതൊക്കെയാണ് പാർവണ? എന്താണ് പാർവണ? milk, cow, buffalo, കൗ, ബഫലോ, ഗോട്ട്. goat, Okay, cow, buffalo and goat are the animals give us milk. And then some animals are lay eggs. ചില നമ്മുടെ വീട്ടിൽ വളർത്തുന്ന എന്താണ് നമ്മുടെ ഹെന്നും ഡക്കും അല്ലേ. ദേ ലേ എഗ്സ്. അവരെപ്പോഴും എന്ത് ചെയ്യാറുണ്ട്? മുട്ടയിടാറുണ്ട്. ആൻഡ് സം പീപ്പിൾ ഈറ്റ് എഗ്സ് അല്ലേ. ചില ആളുകൾക്ക് എന്താണ് മുട്ട കഴിക്കാനൊക്കെ ഇഷ്ടമാണ് അല്ലേ. നിങ്ങൾക്ക് ഇഷ്ടമാണോ? എത്ര പേർക്കുണ്ട്? എത്ര പേർക്ക് ഇഷ്ടമാണ് എഗ്? കുറെ പേർക്ക് ഇഷ്ടമാണ് അല്ലേ. സോ അപ്പൊ നമ്മൾ എന്താണ് ചില ആനിമൽസ് നമുക്ക് പാല് തരും. ആൻഡ് സം ലേ എഗ്സ്, സം പീപ്പിൾ ഈറ്റ് എഗ്സ്. ഓക്കെ, ദെൻ സം ആനിമൽസ് ആർ ക്യാരി ലോഡ്സ്. വിച്ച് ആർ ദ ആനിമൽസ് ക്യാരി ലോഡ്സ്? നഹ്ല, ഏതൊക്കെയാണ് ആനിമൽസ് ക്യാരി ലോഡ്സ്? ഏതൊക്കെയാണ് നഹ്ല? ഏതൊക്കെയാണ്? ഓക്കെ, നഹ്ലയുടെ റേഞ്ചിന് എന്തോ പ്രോബ്ലം ആണെന്ന് തോന്നുന്നല്ലേ. സോ ശ്രീഷ്ണ, വിച്ച് ആർ ദ ആനിമൽസ് ക്യാരി ലോഡ്സ്? donkey, yak, Ox, donkey, yak are the animals they carry loads. Okay, then some animals are carrying people to one place to another place. Which are the animals carrying people? Edwin, ഏതൊക്കെയാണ് ആളുകൾ എപ്പോഴും ക്യാരി ചെയ്ത് കൊണ്ടുപോകുന്ന ആനിമൽസ്? ഏതൊക്കെയാണ്? camel, elephant, horse. Camel, elephant, horse are the animals carrying people to one place to other place. Okay, then we are studied about birds, different types of birds. There are many kinds of birds. Most birds can fly. Birds നെ കുറിച്ച് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. എന്തൊക്കെയാണ് ഇഷാൻ? Pigeon, hoopoe, crow. Crane, bulbul, peacock, myna, parakeet, hummingbird, sparrow, swan, kingfisher.
ഓക്കെ, ഇതൊക്കെ എന്താണ്? ബേർഡ്സ് ആണ്. ഇവരുടെയൊക്കെ കുറെ സ്പെഷ്യാലിറ്റി എന്തൊക്കെയോ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. എന്തെങ്കിലും ഓർമ്മയുണ്ടോ? Being they lay eggs, they can fly, they have feathers, they are warm-blooded. ഓക്കെ, എന്തൊക്കെയാണ്? ഒക്കെ ഉണ്ടല്ലേ. ഇഷാന് എന്താണ് എല്ലാം ഓർമ്മയുണ്ട്. വേറെ എത്ര പേർക്ക് ഓർമ്മയുണ്ട്? എല്ലാവർക്കും ഓർമ്മയുണ്ടോ? എന്തൊക്കെയോ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിരുന്നല്ലോ. എന്തൊക്കെയാണ്? ബേർഡ്സിനൊക്കെ വിങ്സ് ഉണ്ട്. അങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു അല്ലേ. എല്ലാ ബേർഡ്സിനും എന്തുണ്ട്? വിങ്സ് ഉണ്ട്. ആൻഡ് they are warm blooded and they have 2 legs and they can fly. They used their wings to fly. ഇതൊക്കെ നമ്മൾ പറഞ്ഞതല്ലേ. എല്ലാ പക്ഷികൾക്കും എന്താണ്? 2 കാലുകളുണ്ട്, ചിറകുകളുണ്ട്. അവർ പറന്നു പോകാൻ വേണ്ടി എന്താണ്? അവരുടെ ചിറകുകളാണ് യൂസ് ചെയ്യുക. ഒക്കെ നമ്മൾ പറഞ്ഞു. പിന്നെ അവരുടെ ബ്ലഡിന് എന്താണ്? കുറച്ച് വാം ആയിരിക്കും. അത് ചെറിയ ചൂട് എപ്പോഴും അവരുടെ ബ്ലഡിന് ഉണ്ടാവും. ഇതൊക്കെ നമ്മൾ പറഞ്ഞില്ലേ? യെസ്. സോ ഇതൊക്കെ എന്താണ്? റിമെമ്പർ ചെയ്തിരിക്കുക. എപ്പോഴും നന്നായിട്ട് ഇതൊക്കെ ഓർത്ത് വെക്കുക. എന്താണ്? Which are the birds? Pigeon, hoopoe, crow, crane, bulbul, peacock, myna, parakeet, hummingbird, sparrow, swan and kingfisher are some examples of birds. ഇത് മാത്രമാണോ ബേർഡ്സ്? അല്ല, ഇനിയും എന്തുണ്ട്? ഒരുപാട് തരത്തിലുള്ള ബേർഡ്സ് ഉണ്ട്. സോ ഈ ബേർഡ്സ് ഏതൊക്കെയാണ് എന്ന് പഠിക്കുക. ദെൻ ബേർഡ്സിന്റെ സ്പെല്ലിങ്ങും കറക്റ്റ് ആയിട്ട് പഠിക്കുക. ഏതൊക്കെ ബേർഡ്സ്? പിജിയൺ എന്ന് പറയുകയാണെങ്കിൽ പിജിയന്റെ സ്പെല്ലിങ് നന്നായി പഠിക്കുക. ഹൂപ്പോ, ക്രോ, ക്രെയിൻ ഒക്കെ നന്നായിട്ട് പഠിക്കുക. ദെൻ നെക്സ്റ്റ് നമ്മൾ ഇൻസെക്ട്സിനെ കുറിച്ചാണ് പറഞ്ഞത് അല്ലേ. ഇൻസെക്ട് എന്താണ്? എന്താണ് വൈഷ്ണവ്? ഇൻസെക്ട്, വാട്ട് ഡു യു മീൻ ബൈ ഇൻസെക്ട്? വൈഷ്ണവ്, PU. വൈഷ്ണവ് എവിടെ പോയി? ലക്ഷ്മിയാണ് മിസ്സേ. ലക്ഷ്മിയാണോ അൺമ്യൂട്ട് ആയത്? Dragonfly. ഓക്കെ, ഇതൊക്കെ ഇൻസെക്ട് ആണല്ലേ. ഇൻസെക്ട്സിന് എന്താണ്? എന്തോ ഒരു സ്പെഷ്യാലിറ്റിയും കൂടി ഉണ്ടല്ലോ ഇൻസെക്ടുകൾക്ക്. എന്താണ്? ഓർമ്മയുണ്ടോ ഗോഡ്വിൻ? ഓർമ്മയുണ്ടോ? എന്താണ്? സ്മോൾ ആനിമൽസ് ആണ്. ഓക്കെ, ദെൻ അത് കൂടാതെ വേറെ എന്തോ ഉണ്ടല്ലോ ഒന്നുകൂടെ. ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? എന്താണ് അവിടെ? സമജ്നയും ദേവപ്രിയയും കളിക്കാണോ രണ്ടുപേരും? ഓക്കെ, ദെൻ ആർക്കും ഓർമ്മയല്ലേ? അല്ലേ, ഇൻസെക്റ്റുകൾക്ക് എത്ര കാലുകൾ ഉണ്ട് എന്നാ പറഞ്ഞത്? എത്ര കാലുകളുണ്ട്? ഓക്കെ, 6 legs ഉണ്ട് അല്ലേ. ഇൻസെക്റ്റുകൾക്ക് 6 കാലുകളും ഉണ്ട് അല്ലേ. സോ ഇൻസെക്ട്സ് ആർ സ്മോൾ ആനിമൽസ് ആൻഡ് ഓൾ ഇൻസെക്ട്സ് ഹാവ് 6 legs. വളരെ ചെറിയ ആനിമൽസ് ആണ് അല്ലേ ഇൻസെക്റ്റുകൾ. അവർക്ക് എത്ര കാലുകളുണ്ട്? 6 കാലുകളും ഉണ്ട്. സോ ആൻഡ്, മോസ്കിറ്റോ, ബട്ടർഫ്ലൈ, ഹൗസ് ഫ്ലൈ, cockroach, ladybird, wasp, bug, grasshopper, honeybee, beetle and dragonfly. ഇതൊക്കെ എന്താണ്? ഇൻസെക്റ്റുകളാണ്. സോ അപ്പോൾ ഇൻസെക്റ്റുകൾ ഏതൊക്കെയാണ്? അപ്പോൾ ഈ ഇൻസെക്റ്റുകളുടെ പിക്ചേഴ്സ് ഒക്കെ കണ്ടാൽ അത് ഏത് ഇൻസെക്റ്റ് ആണ് എന്നൊക്കെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി പഠിക്കണം. ഓക്കെ, ദെൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണ്? നെക്സ്റ്റ് ആനിമൽ ഹോംസ് ആണ്. ലക്ഷ്മി, ഏതൊക്കെ ആനിമൽ ഹോംസ് ഉണ്ട്? ഏതൊക്കെ ആനിമലിന്റെ ഏതൊക്കെ ഹോംസ് ആണ് ലക്ഷ്മിക്ക് അറിയാം? Cow shed, duck kennel, sheep pen, hen coop, rabbit hut, hall, stable. ഓക്കെ, ഗുഡ്, നന്നായിട്ടുണ്ട് അല്ലേ. ഇതൊക്കെ എന്താണ്? ആനിമലും ആൻഡ് അവരുടെ ഹോംസുമാണ് അല്ലേ. കൗ, ഷെഡ്, ഡോഗ്, കെനൽ, ഷീപ്പ്, പെൻ, hen,
coop, rabbit, hut, horse, stable. അപ്പൊ ഇതിലും എന്ത് ചെയ്യണം? കൗവിന്റെ ഹോം ഏതാണ്, ഡോഗിന്റെ ഹോം ഏതാണ് എന്നൊക്കെ ഉള്ളത് സെപ്പറേറ്റ് ആയിട്ട് പഠിക്കണം. കൗവിന്റെ ഹോം ഏതാണ് എന്ന് ചോദിച്ചാൽ ഷെഡ് എന്നാണ് പറയേണ്ടത്, അല്ലാതെ കൂപ്പ്, പെൻ എന്നൊന്നും പറയരുത്. അത് എന്ത് ചെയ്യണം? കറക്റ്റ് ആയിട്ട് മാറിപ്പോകാതെ നന്നായിട്ട് പഠിക്കുക. സോ നെക്സ്റ്റ് വൺ അനിമൽ ബേബീസ് ആണ് അല്ലേ? പിന്നെ നമ്മൾ പറഞ്ഞത് അനിമൽ ബേബീസ് ആണ്. ആൻഡ് ഏതൊക്കെയാണ് അനിമൽ ബേബീസ്? ക്രിസ്റ്റി ജോസഫ്, ഏതൊക്കെയാണ് അനിമൽ ബേബീസ്? അൺമ്യൂട്ട് ചെയ്തേ. Cat, kitten, dog, puppy, tiger, cup, goat, git, hen, chick, cow, cow, sheep, lamb, duck, duckling. ഓക്കെ, ഇതൊക്കെയാണ് നമ്മുടെ അനിമൽ ബേബീസ് അല്ലേ? നമ്മൾ അതും എന്ത് ചെയ്യണം? കറക്റ്റ് ആയിട്ട് പഠിക്കണം. വൈഷ്ണവ്, ഓക്കെ ആയോ? റേഞ്ച് പ്രോബ്ലം ഉണ്ടോ മോനെ വൈഷ്ണവ്? India is my country. India is our country. We live in India. We are Indians. എന്താണ് വൈഷ്ണവ്? അൺമ്യൂട്ട് ചെയ്ത മോനെ. ഓക്കെ, Cat, kitten, dog, കാറ്റിന്റെ പേരെന്താ? Kitten. Dog, puppy. എന്താണ് വൈഷ്ണവ്? പോയല്ലോ. ആരാണിത്? എല്ലാവരും കൂടെ സംസാരിക്കുകയാണല്ലേ? ആരൊക്കെയോ മ്യൂട്ട് ആകാതെ ഇരിക്കുന്നുണ്ട്.